ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ കോൺകേവ് ലെങ്സ് ആണ്. അപ്പോൾ ഒരു കോൺകേവ് ലെങ്സ് വരയ്ക്കുക. കണ്ടോ, ഒരു കോൺകേവ് ലെങ്സ് വരച്ചു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത്. ഇനി അവിടെ ശ്രദ്ധിക്കണം, കോൺകേവ് ലെങ്തിന്റെ ഫോക്കൽ ലെങ്ത് എന്താ? ഇവിടെ നിന്ന് ലൈറ്റ് പാരലായിട്ട് വന്നാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദേ വിൽ ഡൈവേർജ്. ഇങ്ങനെയാണ് പോണത്. നമ്മൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഫോക്കൽ ലെങ്ത് ഇവിടെയാണ് കിട്ടുന്നത്. സോ നെക്ക് കണ്ട ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ ഫോക്കൽ ലെങ്തിന്റെ ആൻസർ എന്ത് കിട്ടും? നെഗറ്റീവ് ഫോർ എ കോൺകേവ് ലെങ്സ്. അവിടുത്തെ ആൻസർ പറയുന്നത് -15 സെന്റിമീറ്റർ ആണ്. ഇനി എന്താ പറയുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ഫ്രം ആൻ ഒബ്ജക്ട്. സോ ഒബ്ജക്റ്റ് ഇവിടെയാണ് വെക്കുന്നത്. ഒബ്ജക്റ്റ് ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യുന്നുണ്ട്. യുവിന്റെ ആൻസർ പറയുന്നത് -25 സെന്റിമീറ്റർ ആണ്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു പൊസിഷൻ ഓഫ് ആൻ ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, വി കണ്ടുപിടിക്കാൻ പറഞ്ഞു, അതേപോലെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. കണ്ടുപിടിക്കാം. സോ ലെങ്സ് ഫോർമുല പറ. 1/f is equal to 1/v minus 1/u ആണ്. 1/f-ന്റെ ആൻസർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? -15 ആണ്. is equal to 1/v-ന്റെ ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കണം. -1/u-ന്റെ ആൻസർ എത്രയാണ്? -25. ഓക്കെ, സോ ഈ മൈനസിന്റെ മുകളിലോട്ട് എഴുതിയാൽ -1/15 is equal to 1/v. അതേപോലെ എഴുതി. ഈ മൈനസും പോസിറ്റീവായി 1/25 എന്ന് കിട്ടി. 1/v ആണ് കണ്ടുപിടിക്കാനുള്ളത്. v കണ്ടുപിടിക്കാൻ ഈ നമ്പറിനെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. ഇത് നല്ല പെയിനാണ്, ഇപ്പുറത്തോട്ട് വന്നാൽ അഴുക പെയിനാവും. സോ -1/15 -1/25 is equal to 1/v എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -25, മൈനസ് സൈൻ ഇവിടെ ഉണ്ട്. 15നെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 ആണ്. ഡിവൈഡഡ് ബൈ 15 × 25 ചെയ്യുക. is equal to 1/v ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇത് രണ്ടും കൂടെ ചെയ്താൽ എത്ര കിട്ടും? മൈനസും കൂടെ വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസിന്റെ ചിഹ്നമാണ് ഇടാനുള്ളത്. അപ്പോൾ 25ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 30, 30ഉം 10ഉം 40. സോ -40 ഡിവൈഡഡ് ബൈ 15 × 25 is equal to 1/v. 1/v അല്ല എനിക്ക് ആവശ്യം, v ആകുമ്പോൾ ഇതിനെ തിരിച്ചെഴുതുക. അപ്പോൾ ഇതിനെ തിരിച്ചെഴുതുക. സോ 25 × 15 ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് സൈൻ ഞാൻ മുകളിൽ തന്നെ ഇട്ട് 40 is equal to v എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ഞാൻ ഇവിടെ എഴുതാം. വിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ്, -9.37 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ആൻസർ കിട്ടും -9.37 സെന്റിമീറ്റർ. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ m is equal to v/u ആണ്. സോ വിൻ്റെ ആൻസർ നമുക്ക് കിട്ടി -9.37 ഡിവൈഡഡ് ബൈ യുവിൻ്റെ ആൻസർ അറിയാം -25 ആണ്. ഈ മൈനസും പോസിറ്റീവ് ആവും. കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.3748. അപ്പം അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കോൺകേവിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.